ദൈവപിതാവ് മാതാവിന് സ്വർഗത്തിൽ പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥാനം നൽകിയിട്ടുണ്ട്. എന്താണ് എന്ന് ചോദിച്ചാൽ പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ മഹാറാണിയാ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്വർഗത്തിൻ്റെ കൃപാവരങ്ങളെല്ലാം സൂക്ഷിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും അമ്മയാ. തിരിച്ചറിഞ്ഞ്, സ്വർഗത്തിൻ്റെ മുഴുവനും കൃപാവരങ്ങൾ സൂക്ഷിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും നമ്മുടെ പരിശുദ്ധ അമ്മ മാതാവാ. പ്രിയപ്പെട്ടവരെ, ആർക്ക് എപ്പോൾ എങ്ങനെ ഏതളവിൽ എന്ന തീരുമാനം നമ്മുടെ അമ്മ മാതാവിൻ്റെതാ. പിതാവിൻ്റെ കൃപയാകാം, പുത്രൻ്റെ പുണ്യങ്ങളാകാം, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാകാം. ഇത് മുഴുവനും പരിശുദ്ധ അമ്മ വഴിയാണ് നൽകപ്പെടുക. തിരിച്ചറിയണം, ആർക്ക് എപ്പോൾ എങ്ങനെ ഏതളവിൽ എന്ന തീരുമാനം പരിശുദ്ധ അമ്മയുടേത്. എന്ന് വെച്ചാൽ പിതാവിൻ്റെ കൃപ, പുത്രൻ്റെ പുണ്യങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ആർക്ക് എപ്പോൾ എങ്ങനെ ഏതളവിൽ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് പരിശുദ്ധ അമ്മ മാതാവാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്, ഈ അമ്മയ്ക്ക് നമ്മളൊന്ന് അടിമ വെച്ച് സമർപ്പണം നടത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ കൃപയും പുണ്യവും ദാനങ്ങളും നമ്മളിൽ ജനിച്ച് വളർന്ന് ഫലം ചൂടാൻ തുടങ്ങുക.